ചിച്ചിയുടെ ബർത്ത്ഡേ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ആദ്യത്തെ ദിവസം മറയൂരിലുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ സ്ക്വയർ ലാൻഡ്സ്കേപ്പുകളിലൂടെ യാത്ര ചെയ്ത് മറയൂരിൽ നിന്നും മൂന്നാറിലേക്കാണ് യാത്ര. മറയൂരിലുള്ള ഹാപ്പി ലാൻഡ് ഗസ്റ്റ് ഹൗസിൽ നിന്നും രാവിലെ 9:30 കൂടിയാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഒരു ഹോംലി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഹോം സ്റ്റേയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്. മറയൂരിലും അത്യാവശ്യം തണുപ്പുള്ള ഒരു AC ക്ലൈമറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് സുഖകരമായിട്ടുള്ള ഒരു ഉറക്കവും കിട്ടി. പിന്നെ ഇവിടുത്തെ കിച്ചണിൽ അത്യാവശ്യം കുക്കിങ്ങിനുള്ള പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചിച്ചയ്ക്ക് കഴിക്കാനുള്ള കുറുക്ക് പോലുള്ള ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്തെടുത്തു. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സ്റ്റേകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ നമ്മൾ മറയൂർ ടൗണിൽ നിന്നും മൂന്നാറിലേക്കുള്ള റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രകൃതിദത്തമായ ചന്ദനക്കാടുകളും പ്രീ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസും കൊണ്ട് വളരെ ഫേമസ് ആണ് മറയൂര്. പിന്നെ മറയൂരിനെ പ്രശസ്തമാക്കിയ മറ്റൊരു പ്രൊഡക്റ്റാണ് ശർക്കര. മറയൂർ ശർക്കര എന്നാൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ശർക്കരയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസങ്ങളൊക്കെ എടുത്ത് കാണാനുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലം കൂടെയാണ് മറയൂർ. ചന്ദനക്കാടിനിടയിലൂടെ തന്നെയാണ് മൂന്നാറിലേക്കുള്ള റൂട്ട് വരുന്നത്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ചന്ദനക്കാടിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. വളരെ അടുത്തുനിന്ന് തന്നെ ചന്ദനമരങ്ങൾ കാണാൻ പറ്റി. വണ്ണം കുറഞ്ഞ തടിയും ചെറിയ ഇലകളുമാണ് ചന്ദനമരങ്ങൾക്കുള്ളത്. സാധാരണ കാടുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇത്തരം കാടുകളെ നിലനിർത്തിയിരിക്കുന്നത്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചന്ദനക്കാടുകളും വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുഗന്ധമുള്ളതും ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള ചന്ദനമരങ്ങളുള്ളത് ഈ കാടുകളിൽ തന്നെയാണ്. പിന്നെ മറയൂരിൽ നിരവധി മുനിയറകളും ഗുഹാക്ഷേത്രങ്ങളും ഗുഹാചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള മഹാശിലായുഗ കാലത്തെ തെളിവുകളാണിവയെല്ലാം. ആ കാലത്ത് മനുഷ്യരെ മറവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ശവക്കല്ലറകളായിരുന്നു മുനിയറകൾ. പോകുന്ന വഴിയിലെ ഇത്തരം കാഴ്ചകളെല്ലാം വളരെ എക്സൈറ്റ്മെന്റോടു കൂടിയാണ് ചിച്ച കണ്ടുകൊണ്ടിരുന്നത്. കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കുറേ കുരങ്ങന്മാരും അവരുടെ കുഞ്ഞുമക്കളും വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. ഇതെല്ലാം കണ്ട് ഭയങ്കര ഹാപ്പിയായി ചിച്ച. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ടീ പ്ലാന്റേഷന്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. 42 കിലോമീറ്ററാണ് മറയൂരിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്നത്. മൂന്നാറിൽ നിന്നും മറയൂരിലേക്കും തിരിച്ചും ബസ് സർവീസുകളുണ്ട്. മൂന്നാറിൽ വരുന്നവർ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മറയൂർ. ക്യാമറ പോലും ഓഫാക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ റൂട്ടിലുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും കാടുകളും മലകളും കൊണ്ട് പിക്ചർ സ്ക്വയർ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടെയായിട്ട് കാണാം. പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് ഗുൽമോഹർ വ്യൂ പോയിന്റും ഉള്ളത്. ധാരാളം ഗുൽമോഹർ മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാം. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളാണ് ഗുൽമോഹർ മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുക. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഞങ്ങൾ ഈ യാത്ര നടത്തിയത്. എന്നിട്ടും ഈ റൂട്ടിൽ ഒരുപാട് മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടിരുന്നു. മൂന്നാറിന്റെ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ഈ ഗുൽമോഹർ വ്യൂ പോയിന്റ്. നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. വെയിലിനാണെങ്കിൽ പൊള്ളുന്ന ചൂടും കാറ്റിന് നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് മൂന്നാർ എത്തുന്നത് വരെ മടുപ്പിക്കാത്ത പുതിയ പുതിയ കാഴ്ചകളായിരുന്നു വന്നുകൊണ്ടേയിരുന്നത്. എത്ര തവണ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്താലും ഈ വഴികളെല്ലാം ഓരോ തവണയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മഞ്ഞു പെയ്തും കോടമഞ്ഞിറങ്ങിയും താപനില -ലെത്തിയുമൊക്കെ മൂന്നാർ നമുക്ക് ഒരു കാശ്മീർ ഫീൽ തരാറുണ്ട്. അങ്ങനെ മലയാളികളുടെ സ്വന്തം സൗത്ത് ഇന്ത്യൻ കാശ്മീരുമായി മാറി നമ്മുടെ ഈ മൂന്നാർ. നവംബർ മുതൽ മാർച്ച് പകുതി വരെയൊക്കെ ഇവിടെ തണുപ്പായിരിക്കും. ചില വർഷങ്ങളിൽ ഇവിടെ ഡിസംബർ അവസാനത്തോടു കൂടിയും ജനുവരി ആദ്യ ആഴ്ചയിലൊക്കെയായി ചെറിയ രീതിയിൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് -1 ഡിഗ്രി വരെ ഇവിടെ തണുപ്പും അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്തതാണ് ഓരോ മൂന്നാർ യാത്രകളും. മൂന്നാറിലേക്ക് അടുക്കുംതോറും ട്രാഫിക് ബ്ലോക്കുകളും തുടങ്ങി. ഇവിടെ ഒരു എലിഫന്റ് സഫാരി പാർക്കുണ്ട്. ഞങ്ങളൊരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ചിച്ചയ്ക്ക് ആനകളെ കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. ഒരു സഫാരി നടത്താമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും ടിക്കറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ വന്ന് സഫാരി നടത്താം എന്ന തീരുമാനത്തിൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. മാട്ടുപ്പെട്ടി ഡാമിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ. ഈ ബർത്ത്ഡേ ട്രിപ്പിൽ മൂന്നാറിൽ വെച്ച് ജോയിൻ ചെയ്യാനായിട്ട് ചിച്ചയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ദച്ചു ചേട്ടനും ഫാമിലിയും വരുന്നുണ്ട്. കണ്ടുമുട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു. സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണിത്. ഊട്ട്വേ ഹിൽസ് റിസോർട്ടാണിത്. ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഓരോ കോട്ടേജുകളിലായിട്ടാണ് ഇവിടെ റൂമുകളുള്ളത്. മാട്ടുപ്പെട്ടി ഡാമിന് അരികിലായിട്ടാണ് ഈ റിസോർട്ടുള്ളത്. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ മുന്നിലുള്ള വ്യൂ ആണിത്. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരുടെയും ക്ഷീണം മാറുന്നതുവരെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തു. ഈ വെയിലൊന്ന് താഴ്ന്നതിന് ശേഷം എക്കോ പോയിന്റിൽ ബോട്ടിങ്ങിന് പോവാം എന്നായിരുന്നു പ്ലാൻ. നല്ല ആംബിയൻസ് ഒക്കെയുള്ള റിലാക്സ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണിത്. കോട്ടേജ് 2-ലാണ് ഞങ്ങൾ താമസിച്ചത്. 2 BHKയുടെ 2 വീടുകളാണ് ഒരു കോട്ടേജിലുള്ളത്. ഒരു ഹാളും ഒരു കിച്ചണും അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം വലുപ്പമുള്ള 2 ബെഡ്റൂമുകളാണ് ഒരു റൂമിലുള്ളത്. ഇങ്ങനെയുള്ള 2 വീടുകളാണ് ഈ ഒരു കോട്ടേജിലുള്ളത്. വരുന്ന വഴിയിൽ കുറേ സമയം ഉറങ്ങിയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ ചിച്ച നല്ല ആക്റ്റീവായി ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഡാമിലൂടെയുള്ള ബോട്ടിങ്ങും ഡാമിൻ്റെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര റിലാക്സിംഗ് ആയി തോന്നി. പിന്നെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ 3:30 ഞങ്ങൾ എക്കോ പോയിന്റിൽ എത്തി.
സാധാരണ ഉണ്ടാവുന്ന തിരക്ക് വെച്ച് നോക്കുമ്പോൾ അന്ന് അവിടെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. വഴിയരികിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. എക്കോ പോയിന്റിലെ എൻട്രൻസ് ടിക്കറ്റ് ഓരോരുത്തർക്കും 10 രൂപയും 2 സീറ്റർ ആയിട്ടുള്ള പെഡൽ ബോട്ടിന് 30 മിനിറ്റ് നേരത്തേക്ക് 400 രൂപയും 4 സീറ്റർ ആയിട്ടുള്ളതിന് 600 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ബോട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ചെറിയ വെയിലുണ്ടായിരുന്നെങ്കിലും ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതോടെ വെയിലെല്ലാം പോയി. ഡാമിന്റെ മറുവശത്ത് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടായിരുന്നു. അങ്ങനെ 4 സീറ്റർ ആയിട്ടുള്ള 2 പെഡൽ ബോട്ടുകൾക്കുള്ള ടിക്കറ്റ് എടുത്തു ഞങ്ങൾ. അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി. കാലിന് ഇന്നത്തേക്കുള്ള നല്ല വ്യായാമമായി. പെഡൽ ബോട്ടിംഗ് മാത്രമല്ല, കയാക്കിങ്ങും സ്പീഡ് ബോട്ടൊക്കെ അവിടെ കണ്ടിരുന്നു. അങ്ങനെ 1/2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ പെഡൽ ബോട്ടിംഗ് ചെയ്തു. പിന്നെ വഴിയരികിൽ നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടപ്പോൾ കുറച്ചത് വാങ്ങിച്ചു. പിന്നെ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ വന്ന് ചായയും കുറച്ച് സ്നാക്സ് എല്ലാം കഴിച്ചു. ഈ റിസോർട്ടിന് തൊട്ടടുത്ത് തന്നെയായിട്ട് സ്പീഡ് ബോട്ടിങ്ങും അതുപോലെ കുട്ടികൾക്കുള്ള ഒരു കൗബോയ് പാർക്കും ഉണ്ട്. ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. ഇതാണ് കൗബോയ് പാർക്ക്. റിസോർട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമാണ് ഈ പാർക്കിലേക്ക്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായി അപ്സൈഡ് ഡൗൺ ഫോട്ടോ പോയിന്റ് കാണാം. പിന്നെ വലതുവശത്തായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഉള്ള പ്ലേ സ്റ്റേഷൻസ് ആണ്. ഇവിടെയായിട്ടാണ് അഡൾട്ട്സിനുള്ള സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനൊക്കെ ഉള്ളത്. ഞങ്ങളെല്ലാവരും സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ദച്ചു ഫുൾ ആക്റ്റീവായിരുന്നു.
അങ്ങനെ കുറേ യാത്രകളും സന്തോഷങ്ങളും ആക്ടിവിറ്റീസൊക്കെയായി ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. പകല് അത്യാവശ്യം ഒരു ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നെങ്കിലും വൈകുന്നേരം ആവും തോറും നല്ല തണുപ്പായി തുടങ്ങി. ഞങ്ങളെല്ലാവരും തിരിച്ച് റൂമുകളിലേക്ക് എത്തി. ഇന്നത്തെ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഈ യാത്രയുടെ 3-ാമത്തെ ദിവസത്തെ കാഴ്ചകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായി വരികയുള്ളൂ. ഈ ഫാമിലി ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ യാത്രയുടെ ഡേ 3 കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.